പെണ്ണിനെ ഇട്ടിട്ട് ഒരു വലിയ യാത്രയിലാണ്. മമ്മി കുഞ്ഞിപ്പെണ്ണോട് ഇന്ന് ആദ്യമായിട്ട് തന്നെ ഇരിക്കാൻ പോകും. എന്റെ മോനെ ബ്ലോക്കായി കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് വന്ന വഴിക്ക് ഒരുപാട് പണി കിട്ടി. പണി എന്ന് പറഞ്ഞാൽ മൊത്തം പണികളായിരുന്നു. വന്ന വഴി നമ്മൾ ഒരു സ്ഥലത്തേക്ക്, ഒരു ചേലച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്താറായപ്പോൾ 17 കിലോമീറ്റർ ഓടി അവിടെ എത്താറായപ്പോഴത്തേക്കും അവിടെ ഒരു വണ്ടി വന്ന് ബ്ലോക്കായി. അങ്ങനെ നമുക്ക് ആ വഴി തിരിച്ചു പോകേണ്ടി വന്നു. ആ വഴി തിരിച്ചിട്ട് പിന്നെ ഒരു 30 കിലോമീറ്ററോടെ കറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നത്. അൽപ്പുവിൻ്റെ മേത്തേക്കാണ് ഛർദ്ദിച്ചത്. മൊത്തം അവളുടെ വെയിൽ നിറച്ച് ഛർദ്ദിച്ച് നാശമായി. അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവള് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇതുകൊണ്ട് എല്ലാം പൊക്കി മാറ്റുന്ന നോക്കിയേ. പോയി എടുത്ത് ഇറങ്ങിയോ, എടുത്താനുള്ള ഇടയുണ്ടാക്കുന്നേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ഛൻ അറബി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം പറഞ്ഞേ. സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുഞ്ഞിപ്പെണ്ണിനെ ഇട്ടിട്ട് ഒരു വലിയ യാത്രയിലാണ്. അതായത് ഒരു ദിവസം ഫുള്ള് മമ്മി കുഞ്ഞിപ്പെണ്ണോട് ഇന്ന് ആദ്യമായിട്ട് തന്നെ ഇരിക്കാൻ പോവാ കേട്ടോ. അല്ലേ? എന്റെ മോനെ ചാടുവാ പാവം, ദൈവമേ. അപ്പൊ ഞങ്ങള് ആദ്യം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്, തൊടുപുഴയ്ക്ക്. ആദ്യം എനിക്ക് മരുന്ന് മേടിക്കാനായിട്ട്. അപ്പോൾ തൊടുപുഴ പോയിട്ട് വരണമെങ്കിൽ ഇപ്പം രാവിലെ ഞങ്ങൾ ഇറങ്ങേണ്ട സമയമായിരുന്നു. ഇപ്പോൾ 11 മണിയായി. അവിടെ ചെന്ന് മരുന്ന് മേടിച്ച് വൈകുന്നേരം ഞങ്ങൾ എല്ലാ ദിവസവും പോയിട്ട് വരുമ്പോൾ ഒരു 8 മണിയൊക്കെ ആവുന്നു, 8:30 ആവും. ഇന്നും ഏതാണ്ട് ആ സമയം ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും സമയം ആദ്യമായിട്ടാണ് അന്നക്കുഞ്ഞ് ഒറ്റയ്ക്ക് മമ്മിയുടെ കൂടെ ഇരിക്കുന്നത്. ഇരിക്കുവോ എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. മമ്മിക്കും പേടിയുണ്ട്. എന്റെ ദൈവമേ, അയ്യോ. ഇച്ചിരി ഇച്ചിരിയുടെ കഴിയും. 2 മാസം കഴിച്ചിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു, അല്ലേ? 1 വയസ്സൊക്കെ കഴിഞ്ഞ് അറിയത്തില്ല. 1 വയസ്സൊക്കെ ആയാലേ വഴക്കുണ്ടാക്കുള്ളൂ. എന്നെ പൊന്നെ പാവത്തിന് ചിരി നോക്കി. അതല്ലേ, കിറി വെക്കുന്ന വാ നോക്കി. ഇത് വിരി എന്ത് വെക്കുക, അവർക്ക് മനസ്സിലായ പോലെ വട്ടം കറങ്ങും അല്ലേ? ഉണ്ട് പാവം. എന്റെ പൊന്നോ, അതിനെ കൊണ്ട് കാണിക്കാവുന്നൊക്കെ അത് കാണിക്കുന്നുണ്ട്. കാറ്റാ പൊക്കോ മമ്മി എന്നാ കേറി. ഞങ്ങള് വായിച്ചു വരട്ടെ കേട്ടോ. വഴക്കുണ്ടാക്കാതെ ഇരുന്നോളെ കേട്ടോ കുഞ്ഞിപ്പെണ്ണേ. അതെ, അപ്പൊ ഭയങ്കര വിഷമമാണ് കൊണ്ടാകാതെ പോകുന്നത്. ദൂരം ആയതുകൊണ്ട് പിന്നെ അവള് എന്താക്കും, വഴക്കുണ്ടാക്കുവോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവോ എന്നൊരു പേടിയുണ്ട്. പ്രശ്നം ഉണ്ടാക്കിയാ മമ്മി പെട്ടുപോകും. എന്നാ മമ്മി ഇതിനെ കൊണ്ട് ഡെയിലിയിലൊക്കെ ഓടേണ്ടി വരും. മാനേജ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ വിശ്വാസം ഉള്ളതുകൊണ്ട്. അതെ അതെ, മമ്മി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ച് എങ്ങനെയാലൊക്കെ കൈകാര്യം ചെയ്യും അല്ലേ? വേറെ ആരും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയല്ല. മമ്മി എങ്ങനെയെങ്കിലും ഒക്കെ മാനേജ് ചെയ്തോളൂ. അപ്പൊ എന്തായാലും പോയിട്ട് വരാം അല്ലേ? എന്നാലും പോയിച്ചു വരാവേ. ഉമ്മ ഉമ്മ ആദ്യം കുഞ്ഞ് ഉമ്മ കൊടുക്കടാ ബേബിക്ക്. പപ്പടം കൊണ്ടിരിക്കുക. ഉമ്മ കൊടുക്കും. ഉമ്മ കൊടുത്തേ, മമ്മിക്ക് ഉമ്മ കൊടുത്തേ. പപ്പടം മതി. അയ്യോ വിക്കല്ലേ. മമ്മിക്ക് ഉമ്മ കൊടുത്തേ. എന്റെ പൊന്നോ ഓടാ. ക്യാമറ നോക്കിട്ട് ക്യാമറ നോക്കി ക്വസ്റ്റ്യൻ അടിക്കാണ്. അപ്പൊ ഞങ്ങൾ പോയിച്ചു വരാം കേട്ടോ. പോട്ടെ കുഞ്ഞിപ്പെണ്ണേ. അമ്മി പോയിച്ചു വരാവേ. ഓഫ് ചെയ്യണോ? ഫോൺ ഓഫ് ചെയ്യണോ അല്ലേ? ഓഫ് ചെയ്യാട്ടോ. അതിലേ പോവല്ലേ? വഴി അറിയാം. കൊച്ചു ആൻഡോപുരത്തുനിന്ന് തിരിയാ. മനസ്സിലായി. അതെ, അല്ല വഴി അറിയാം. സമയം എടുക്കുമെന്ന്. അപ്പോൾ നമുക്ക് അവര് വലിച്ച് കയറ്റി വിട്ടവനെ. അങ്ങനെ നമ്മൾ പെട്ടുപോയിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് ചെല്ലണം എന്ന് ഇറങ്ങിയിട്ട്. ഇന്ന് നടക്കുകയല്ലോടി. സമയം പോയി. സമയം 11 മണിയായിട്ടുണ്ട്.
ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വഴിയാധാരമാവുന്നു. അതല്ല, വൈകുന്നേരം നമുക്ക് കാണാൻ പറ്റും, പക്ഷെ കൊച്ചിനെ തന്നെ ഇരുത്തിച്ച് തൊടുവഴി പോയി ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ താമസിക്കാതാണ്. അവരൊന്ന് വിളിക്കാവോ നീ? ചീട്ട് എത്ര മണി വരെ ഉണ്ടെന്ന് ചോദിച്ചു. ചീട്ട് എത്ര മണി വരെ എടുക്കാമെന്ന് ചോദിച്ചു. ഒരു മണി വരെയാണോ ചീട്ടിൻ്റെ സമയം? ചീട്ട് എപ്പോഴും എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ വന്ന് കുടുങ്ങിപ്പോയി. ഇനിയിപ്പം കൃത്യസമയം നമ്മൾ 2 മണിക്കൂർ കണക്കൂട്ടിയാണ് പോകുന്നത് വീട്ടിൽ നിന്ന്. ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കൂടുതൽ നമ്മളിപ്പോൾ ഓടേണ്ടി വരും. വഴി ബ്ലോക്കായി പോയി. വണ്ടി വന്ന വഴിയിൽ കുടുങ്ങിയിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അല്ലേ, ഞങ്ങൾക്കിന്ന് വന്ന വഴിക്ക് ഒരുപാട് പണി കിട്ടി. പണി എന്ന് പറഞ്ഞാൽ മൊത്തം പണികളായിരുന്നു. വന്ന വഴി നമ്മൾ ഒരു സ്ഥലത്തേക്ക്, ഒരു ചേലച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്താറായപ്പോൾ 17 കിലോമീറ്റർ ഓടി അവിടെ എത്താറായപ്പോഴത്തേക്കും അവിടെ ഒരു വണ്ടി വന്ന് ബ്ലോക്കായി. അങ്ങനെ നമുക്ക് ആ വഴി തിരിച്ച് പോകേണ്ടി വന്നു. ആ വഴി തിരിച്ചിട്ട് പിന്നെ ഒരു 10-30 കിലോമീറ്ററോടെ കറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത വഴി പോകുന്നപ്പോൾ സ്പീഡ് കൂട്ടിയാണ് ഞാൻ വണ്ടി ഓടിച്ചത്. നല്ല സ്പീഡിലാണ് പോകുന്നത്. ആ സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് രാവിലെ ഒരു ഇച്ചിരി ഭക്ഷണം കഴിച്ചിരുന്നു. ബാക്കിയുള്ള വണ്ടിക്കകത്ത് എടുത്ത് വെക്കുക വെച്ചത്. പാവത്തിനതൊക്കെ അത് കൊടുത്തുമില്ല. വണ്ടിയിലിരുന്ന് അവൻ ഛർദ്ദിച്ചു. അവൻ്റെ ഛർദ്ദിച്ചിട്ട് അവൻ്റെ ഉടുപ്പും നിൽക്കുമ്പോൾ എല്ലാം ഛർദ്ദിയായി. അതിൽ ഞാൻ ഛർദ്ദിയെല്ലാം ആയിട്ട് അതെല്ലാം മാറ്റി ഫുള്ള് കഴിയിച്ച് അങ്ങനെ പിന്നെയും അവിടെ സമയം പോയി 10-15 മിനിറ്റ്. അവിടുന്ന് കഴിച്ചിട്ട് വീണ്ടും പിന്നെ സ്പീഡിൽ വണ്ടി ഓടിക്കേണ്ടി വന്നു. അവിടുന്ന് വീണ്ടും വണ്ടി എടുത്ത് നല്ല സ്പീഡിൽ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവൻ ഛർദ്ദിച്ചു. അങ്ങനെ രണ്ടാമത് നമ്മൾ എക്സ്ട്രാ കൊണ്ടുവന്ന ഒരു ഡ്രസ്സും കൂടെ ഫുള്ള് ഛർദ്ദിയായി. മൊത്തം കുളമായി, നാശമായി. അങ്ങനെ നാശമായിട്ട് പിന്നെ അത് മാറി ഊരി കളഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്ന വഴിക്ക് ഒരു കടയിലിറങ്ങി പുതിയൊരു ഷർട്ടും നിക്കറും മേടിച്ചു. അത് വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഛർദ്ദിച്ചപ്പോഴത്തേക്കും അൽപ്പുവിൻ്റെ മേത്തേക്കാണ് അവൻ ഛർദ്ദിച്ചത്. മൊത്തം അവളുടെ വെയിൽ നിറച്ച് ഛർദ്ദിച്ച് നാശമായി. അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൾ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ രണ്ടും കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടി ഇനി പോകുന്നു. ഇല്ലേ അതി? ഇല്ലേ? നമ്മൾ രണ്ടും കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നപ്പോൾ എനിക്കൊരു PFTയുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ശ്വാസകോശത്തിൻ്റെ എന്താ കപ്പാസിറ്റി നോക്കുന്ന സംഭവമാണ്. അറിയാവുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ ടെസ്റ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വന്ന് ഇവിടെ ഇരിക്കുക കേട്ടോ. കൈ കഴിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഫോൺ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്നത്. വണ്ടിക്ക് ചെന്നിട്ട് അൽപ്പുവിനെ കാണിക്കാം. അവളുടെ ദേഹം മൊത്തം കൊള്ളമായിട്ടിരിക്കുകയാണ്. മൊത്തം ഛർദ്ദിച്ച് നാശമായി. അതുപോലെ തന്നെ അന്നക്കുഞ്ഞ് മമ്മിയോട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും അവിടെ ഞാൻ പറഞ്ഞു തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് കൂടുതലൊന്നും സംസാരിച്ചില്ല. രാവിലെ തൊട്ട് ഈ സമയം വരെ പാവം ഈ ഒരു കുഞ്ഞ് ജ്യൂസും കൊണ്ടാണ് ഇരിക്കുന്നത്. ഒന്നും വെള്ളം പോലും കുടിച്ചിട്ടില്ല. കുടിച്ചത് ഇച്ചിരി രാവിലെ പാല് കുടിച്ചത് മൊത്തം ഛർദ്ദിച്ച് പോയി. വേറെ ഒന്നും കഴിക്കാൻ കൊണ്ടൊന്നും കൊടുക്കാനും പറ്റിയില്ല. ഇല്ലേ? ഇല്ല എന്നെ അതി പാവം എല്ലും തോലുമായി പോയി, എരിഞ്ഞു പോയി. ഇവനെ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടായിരുന്നു. എടുത്തിട്ട് പോകാൻ ചുമ്മാ ഓ എൻ്റെ പൊന്നെ അതിനിടയ്ക്ക് എനിക്കൊരു ഉമ്മയും നമ്മുടെ പുറകിൽ കൂടെ കണ്ട ഒരു തൊടുപുഴയാറാണ് ഒഴുകുന്നത് അല്ലേ? അല്ലേ? കാണിക്കാം നമുക്ക്. വീണ്ടും എനിക്ക് വയ്യ ചക്കക്കുട്ടി. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്നെ പറയുന്നതൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അതിന് ശേഷം പറയാം. പിന്നെ അവിടെ വണ്ടിക്ക് ചെന്നിട്ട് അവളെ കൂടെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. മരുന്ന് മേടിക്കാൻ വന്നിരിക്കുക അല്ലേ? ഡോക്ടറെ കണ്ടെന്ന് പറയാം. ഡോക്ടറെ കണ്ടു. മരുന്ന് മേടിക്കട്ടെ. മരുന്ന് മേടിച്ചിട്ട് എന്നാ ഡോക്ടർ പറഞ്ഞെന്നുള്ളത് നമുക്ക് വണ്ടിക്കകത്ത് പോയിട്ട് അമ്മയുടെ കൂട്ടി പറയാം അല്ലേ? ഓക്കെ. അങ്ങനെ ഞാനും ആദ്യം മരുന്ന് മേടിച്ച് ഇറങ്ങി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന്. ഇന്ന് വീഡിയോ ഷോന് എടുക്കാൻ പറ്റത്തില്ല, ആരും ഇല്ലാത്തതുകൊണ്ട്. അവൾ വണ്ടിക്കകത്താണ്. അപ്പം ഞങ്ങൾ രണ്ടുമുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇത്രയും എടുക്കണ്ടല്ലോ, ബാക്കി പിന്നെ അല്ലേ? അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചത് അമ്മയുടെ അടുത്തോട്ട് ഇല്ല. അമ്മ വണ്ടിക്കകത്ത് കിടന്ന് ഉറക്കമാണ് അല്ലേ? ഉറക്കമാണെന്ന് തോന്നുന്നു. വാ ഇങ്ങോട്ട് വാ പയ്യെ വാ. വണ്ടി പാർക്കിങ്ങിലായിരുന്നു. നമ്മുടെ വണ്ടി വേണ്ടേ? അമ്മേനെ വിളിക്ക്, അമ്മാന്ന് വിളി. പയ്യെ തുറക്കല്ലേ, സൂക്ഷിച്ചേ. ആ അമ്മാ എന്നെ കഴിക്കാൻ ഒന്നും കഴിച്ചില്ലെന്നേ. ഒരു ജ്യൂസ് മേടിച്ചു കൊടുത്തു. അത് ചെരുപ്പൂരി കിട്ടടി. കുറച്ച് മണ്ണായേ. ഇത് നിന്റെ ഈ സൈഡിൽ വേണ്ട വയറ്റൊന്നും ഇല്ല. ഛർദിയുടെ കൂടത്തില് ആദി എന്നാ അമ്മയ്ക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാം. അമ്മയ്ക്ക് വെള്ളം പോലും ഇല്ലായിരുന്നല്ലോ. എനിക്കറിയായിരുന്നു.
ആണോ? ഞാൻ കേറി വരണോന്ന് വിചാരിച്ചു. എന്നാ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് പോരെ? കഴിക്കാൻ ഇറങ്ങുന്നിടത്ത് മതിയോ? ആ കൊച്ചിന് ഇച്ചിരി ഐശം കൊടുക്കും, വേറെ ഒന്നും ഇല്ല. അത് പിന്നെ അതെല്ലാം ചൂടായിട്ടേ അവനെ കാണിച്ചു. ആ ടെസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല കുറഞ്ഞു. പഴയ പോലെ തന്നെ ആ ലങ്സിന് കപ്പാസിറ്റി ആയിട്ടുണ്ട്. പഴയ ലെവൽ വന്നിട്ടുണ്ട്. പക്ഷേ മരുന്ന് നിർത്താൻ പറ്റിയല്ല. എപ്പോൾ വേണേലും അതുപോലെ ആവുമെന്ന് പറഞ്ഞു. അതൊരിക്കലും മാറിയല്ലാന്ന് പറഞ്ഞു. ഇനി മരുന്ന് ഇപ്പോൾ കുറച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഡോസ് കുറയ്ക്കാന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഡോസ് കുറച്ചു. ആ മറ്റേ സാധനം 2 പ്രാവശ്യം വലിക്കുന്നത്, ഈ 2 തവണ അടിക്കുന്നത് ഓരോ തവണ വെച്ച് രാവിലെ വേണ്ടി എടുക്കാൻ പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ് 2 നേരം കഴിക്കുന്നത് 1 നേരം ആക്കാൻ പറഞ്ഞു. പിന്നെ മൂക്കിലടിക്കുന്ന സ്പ്രേ ഒരു കാരണവശാലും അടിക്കാതിരിക്കരുതെന്ന് പറഞ്ഞു. അടിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു, അടിക്കുന്നേ ഇല്ലെന്ന് പറഞ്ഞു. ആ അപ്പോൾ പറഞ്ഞു അത് അടിക്കാതിരിക്കരുത്, അത് അടിക്കണം. അത് അടിക്കുവാണെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് വീണ്ടും കുറയ്ക്കാമെന്ന് പറഞ്ഞു. അളവ് കുറയ്ക്കാം. അങ്ങനെ കൃത്യം 1 മാസം കഴിയുമ്പോൾ വരാൻ വന്ന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അവൻ്റേത് 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അവന് സ്പ്രേ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവന് ജലദോഷം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മറ്റേ സിറപ്പ് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ചുമ ഇപ്പോൾ ഇടയ്ക്ക് ചുമയ്ക്കുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചുമയുടെ ഒരു മരുന്ന് കുറിച്ചു. ഞാൻ മേടിച്ചില്ലത്. അവന് മരുന്നില്ല. അവനെ സ്പ്രേ അടിക്കാൻ പറഞ്ഞു. അവനും അതുപോലെ തന്നെയാണ്, നമ്മുടെ അവസ്ഥ തന്നെയാണ് അവൻ്റേതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് എപ്പോൾ വേണേലും ജലദോഷം ഉണ്ടായാൽ എപ്പോൾ വേണേലും അവന് ചങ്കിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവും, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എനിക്കും അതുപോലെ തന്നെ എപ്പോൾ വേണേലും ഉണ്ടാവും, ഇൻഫെക്ഷൻ പെട്ടെന്നാവുമെന്ന് പറഞ്ഞു. ഈ ലങ്സിൻ്റെ കപ്പാസിറ്റി ലങ്സ് പഴയ പോലെ തന്നെ ആയി എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണേലും ഇതുണ്ടാവാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പതുക്കെ മരുന്ന് കുറച്ചുകൊണ്ട് വരാം. എന്നാലും ഒരിക്കലും മാറിയാലെന്ന് പറഞ്ഞിട്ട്, ഒരിക്കലും ഒരു എന്താ പറയുക, ഇത് വിട്ടു പോവുകയല്ലെന്ന്. സംഭവം മാറി നിൽക്കും, പക്ഷെ എപ്പോൾ വേണേലും പോകുന്ന പോലെ തന്നെ വരാമെന്ന്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇല്ല അവൻ പാവമായിട്ട് അവൻ ഒരു വഴക്കം ഉണ്ടാക്കിയില്ല. ആ കണ്ണിനടിയൊക്കെ ഒരു ചുമപ്പോ കറുപ്പോ ഒക്കെ വീണു. എന്തൊക്കെയോ പാവം മടുത്ത്. പിന്നെ അവൻ്റെ അടപ്പ് തെറിച്ചില്ലേ? വണ്ടി ഓണാക്കി AC ഇടണോ? ഛർദിച്ചല്ല, അത് പറയാൻ പറ്റില്ല. ചിലപ്പോ കത്തുമല്ല പൊട്ടിത്തെറിയും ചിലപ്പോ. ഭയങ്കര മണമായിരിക്കും ആ ഛർദിച്ചതിന്റെ എല്ലാം കൂടെ. ആ തുണിയെല്ലാം എടുത്ത് നമുക്ക് ഡിക്കിയിൽ എവിടെയും ഇട്ടാലോ? നീ എന്നിട്ട് ആ പുഴക്കകത്ത് അലക്കി കുളിച്ച് കയറി ഇവിടെ വന്നിരുന്ന 5 മിനിറ്റ് കൊണ്ട് ഉണങ്ങുകയും ചെയ്യും. പക്ഷെ മണം ഉണ്ടാവും. നീ ഒന്ന് മുങ്ങി കുളിച്ചാൽ മതിയായിരുന്നു. നല്ല കാര്യം. പിന്നെ ഇവിടെ അടുത്ത ആംബുലൻസും ഒക്കെ ആയതുകൊണ്ട് ആംബുലൻസ് ഒക്കെ കിടപ്പുണ്ട്. പെട്ടെന്ന് എടുത്ത് കയറ്റേ ഒഴുകിപ്പോയാലും ആരും കാണുകയില്ല. അത്രയും വലിയൊരു ഭയങ്കര പുഴ ഒഴുകുന്നത് ആരും കണ്ടില്ലായിരിക്കുമല്ലോ. നമുക്ക് വീഡിയോയിൽ കാണിക്കാതെ കണ്ടോ, വലിയൊരു പുഴയാണ് ഈ ഒഴുകുന്നത്. അവിടെ പോയി കുളിക്കാൻ പോകും. കണ്ടോ, അടിപൊളിയൊരു പുഴയാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നമ്മുടെ തൊടുപുഴ തൊടുപുഴയാറാണ് ഈ പോകുന്നത്. അവിടെയാണ് കുളിക്കാൻ വന്ന ഒരാൾ. തീർന്നു കിട്ടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. നമ്മൾ തൽക്കാലം ഇന്നിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഇനി എന്തെങ്കിലും കഴിക്കണം. അന്നക്കുഞ്ഞ് അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ്. ഞാനിപ്പോൾ വിളിച്ചായിരുന്നു. അന്നക്കുഞ്ഞിനെ മമ്മി ഉറക്കാൻ തുടങ്ങുന്നു. കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് വഴക്കൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നെറ്റ് പോയിട്ട് കട്ടായിപ്പോയി. എന്നതാ? ഞാൻ പറഞ്ഞു നീ വന്നില്ല, അതുകൊണ്ട് വണ്ടിക്കകത്താന്ന് ഞാൻ പറഞ്ഞു. ഓ എന്തൊരു കഷ്ടമായി പോയി. ദേഹത്തോടൊക്കെ ഇരിപ്പുണ്ട് വെളുത്ത്. വെള്ളം കഴുകാൻ വെള്ളമില്ലാണ്ട് പോയി. അതല്ലേ പറ്റി. ഞാൻ ആ സാധനം എല്ലാം അവിടെ എടുത്തേ. ആ കൂട്ടിയിട്ടേക്കുന്ന ഛർദിയുടെ കൂട്ടിയിട്ടേക്കുന്ന തുണി
പുതിയ ഡ്രസ്സ് മേടിച്ചത് വേണ്ട, പുതിയ ഡ്രസ്സ് ഒരു മേടിച്ചേട്ടോ. ഛർദിച്ചോണ്ട് ഒരു പുത്തൻ ഡ്രസ് കിട്ടി. അല്ലടാ ആദി, പുത്തനുടുപ്പ് കിട്ടിയില്ല ആദി? ആദിക്കുട്ടാ, ഓ എന്നിട്ട് വന്നെ അത് കഴുകാതെ ഇട്ടിരിക്കുന്നത്. ആ അതെ അതിനെ വെച്ച് നോക്കാം. അയ്യോ ആ ഡോർ നടച്ചടി, അത് നടച്ചടി. അത് വെച്ച് നോക്കുമ്പോ ഇത് ഭേദമാണ്. പിന്നെ അതെ 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 അതെ, ചീഞ്ഞിരിക്കുന്ന ഡ്രസ്സാ. പിന്നെ നിന്നെ ഡോക്ടർ അന്വേഷിച്ചായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരാളോട് ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട്, ഇത് ഒരാള് ഛർദിച്ച് കുളമാക്കിയിട്ടേക്കും, അതുകൊണ്ടാണ് കയറി വരാന്, കുറവുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. മരുന്നിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കുറവുണ്ട്, കയറി വരാനിരുന്നതാണ്, കുറവുണ്ടെന്ന് പറഞ്ഞു. ഇവൻ വന്ന വഴിക്ക് ഛർദിച്ചിട്ട് ദേഹം മൊത്തമായിട്ട് വണ്ടിക്കത്തിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്തായാലും മിഷൻ കംപ്ലീറ്റ് ചെയ്തു. സാഹസികമായ യാത്ര. ഒന്നാമത്തെ കാര്യം, നമുക്ക് സമയം പോയി. നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ 11:10 നമ്മൾ കറക്റ്റ് സമയം നോക്കിയാ, കറക്റ്റ് സമയമല്ല, ഒരു മണിക്കൂർ മുന്നേ ഇട്ടാ ഞാൻ പോകുന്നത്. പക്ഷെ അവിടെ വന്ന് 10-30 പിന്നെ അങ്ങോട്ട് കിലോമീറ്റർ അത്ര ഇരട്ടി ഓടേണ്ടി വന്നു, വളഞ്ഞു ചുറ്റി. അത് നമ്മള് മമ്മിയോട് ഞാൻ പറഞ്ഞു, ഒരു 100-200 മീറ്ററോടെ ഉള്ളടി ഓടുന്നത്, ഒരു 100-300 മീറ്ററോടെ ഓടിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുവോ, അതിന് 30 കിലോമീറ്റർ കൂടുതൽ ഓടേണ്ടി വന്നേ. എന്നെ ചെയ്യാനോ ഒരു രക്ഷയില്ലാണ്ടായിപ്പോയി. എന്നിട്ട് അത് സ്പീഡ് എടുത്ത് ഓടാൻ പോയപ്പോഴത്തേക്ക് അത് ഇരട്ടിപ്പണി. സ്പീഡിൽ കണ്ടവാന സ്പീഡിൽ ഓടി എടുത്തെറിഞ്ഞല്ലേ പോന്നേ. അതുകൊണ്ട് രണ്ടാമത്തെ തവണ ഉറക്കത്തിൽ കിടന്നുകൊണ്ടാണ് ഛർദിച്ചത്. പകുതി മയക്കത്തിലായിരുന്നു. അതെ അതെ, ഞാൻ അങ്ങനെ ചെയ്യാറ്. ചങ്ങ് കിടക്കും. അപ്പൊ പിന്നെ വഴിയൊന്നും അറിയില്ലാത്തോണ്ട് ചിന്തകൾ മാറ്റും. വളവാണെന്നതാ നമ്മള് ചിന്തിക്കുമ്പോഴാണ് ഛർദിക്കാൻ. അതെ, ഇനിയിപ്പോ കടൽ എങ്ങനെ കേറാതിരിക്കുമല്ലേ, മണമായിരിക്കും, കുളിമൂണമായിരിക്കും ഛർദിയുടെ. അതെ അതെ, പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. 3:30 ഇപ്പൊ തന്നെ, 4:30, 5:30, 6:30, 6 മണിയാകുമ്പോ ചെല്ലിയാലാ. 6:30 ആകുമ്പോഴും ചെല്ലുവോ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് എനിക്ക് ഇച്ചിരി വെള്ളം തരാവോ? നീ വെള്ളം കുടിക്കാത്തോണ്ട് ഞാനും വെള്ളം കുടിക്കാതെ അതിൽ നടക്കുമായിരുന്നു. തുറന്നു തരാവോ? പയ്യെ നനച്ചാ മതി. നീ വെള്ളം പോലും കുടിക്കാതെ വണ്ടിക്കകത്തിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പോലും കുടിച്ചില്ല വെള്ളം അവിടുന്ന്. കൊച്ചിന് ഞാൻ അവിടുന്ന് ഒരു ഫ്രൂട്ടി മേടിച്ചു കൊടുത്തു. ഇച്ചിരി കുടിച്ചു, മൊത്തം കുടിച്ചില്ല. ബാക്കി ഞാൻ കളയത്, ഞാൻ കുടിച്ചില്ല. ഞാൻ വേസ്റ്റ്, കാരണം ഡോക്ടറെ കാണാൻ സമയമായിരുന്നേ. അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ വലിച്ചു കുടിക്കുന്നത് നാണക്കെടാ. ആൾക്കാരല്ല, പിള്ളേർ കുടിച്ചോണ്ട് നടക്കുന്നു, അല്ലാതെ വെച്ച് വലിച്ചു കുടിച്ചോണ്ട്. ഓ ഈ സാധനം ഒന്നും കുടിക്കാൻ കൊള്ളുമല്ലേ, വെറുതെ ഇല്ലെന്ന. കാരണം വെള്ളമായിരുന്നു നല്ലത്. കൊച്ചിന് നമുക്കായി നിന്നും കയറുന്ന എവിടെ പോയി കയറിയാ പോരെ. ഞാൻ ഇച്ചിരി അങ്ങ് പോയിട്ട് എവിടെ പോഞ്ഞോ ആദ്യക്കുട്ട. പച്ചക്കറി മേടിക്കാൻ ഇറങ്ങിയത്, ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിയില്ല കേട്ടോ. പച്ചക്കറി മേടിക്കാൻ അതിനിടയ്ക്ക് ഇറങ്ങി. നമ്മൾ മൂവാണ്ടമാമ്പഴം ഇരിക്കുന്നു അല്ലേ. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. ആദ്യക്കുട്ടന് വിമിഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയതാ കേട്ടോ വണ്ടി. അല്ലേ, ഞങ്ങൾ നിർത്തിയേക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെയാണെന്ന് വലിയ പിടുത്തോണ്ടോടി. കാളിയാറല്ലേ, കാളിയാർ സ്റ്റേറ്റിൻ്റെ ഒരു സൈഡല്ലേടി. ഒരു പായസക്കട കാണാൻ കേട്ടോ. ഇവിടെയുള്ള ആരെങ്കിലും ഉണ്ടെ പറയണേ. ഞങ്ങളിവിടെ വന്ന് വണ്ടി നിർത്തിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ അറിയുന്ന കുറേ പിള്ളേർ വണ്ടിയെ പോലെ ഇങ്ങനെ കൈ വീശി കാണിച്ചു. എന്നാ ലൈറ്റോ? ആ ശരിയാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ ഒന്നല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ? പോയേക്കാം. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എന്നെ ഇതുവരെ ആരും കണ്ടിട്ടില്ല അല്ലേ. ഹായ്, അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ ചെന്ന വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. ഇടയ്ക്ക് വല്ല വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രം. അത് ഇപ്പം സമയം 6 മണിയായി. എന്തായാലും 8 മണിയാകുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അല്ലേ. പോയേക്കാം. അങ്ങനെതാ വീട്ടിലേക്ക് വന്നിരിക്കുന്നു കേട്ടോ. പേക്കോലം പിടിച്ചിരിക്കുന്നു അല്ലേ. അയ്യോ അതെ, അന്നമ്മ നോക്കുന്നല്ലേ നിന്നെ. വണ്ടിയുടെ സൗണ്ട് കാണും, വണ്ടി ഓഫ് ആക്കാത്തോണ്ട്. എന്റെ ദൈവമേ, അന്നൂസേ ആണല്ലേ. അന്നൂസിന്റെ വിശേഷങ്ങൾ നമുക്ക് അകത്ത് കേട്ടിട്ട് പറയാം. 470 രൂപ, 70 രണ്ടിനും കൂടെ.
ആ കുഴപ്പമില്ല, അവനില്ലാത്ത കളറാ. ആ അതെ ഞാനത് നോക്കി എടുത്താ അല്ലേ അതി പാവം സമാധാനായേനെ. ഛർദിച്ച് നാശമായെന്ന് എന്റെ പൊന്നു. അയ്യോ, എന്റെ അന്നക്കുഞ്ഞ് എന്നെ തന്നെ നോക്കിയിരിക്കുക. അമ്മ വന്ന് കുടിച്ചാൻ പോട്ടെ കേട്ടോ. ഓടിപ്പോയി കുളിക്കടി നീ പെട്ടെന്നിട്ട് പാല് കൊടുക്കുക. പാർസൽ വന്നോ? പാഴ്സൽ വന്നോ? ആ ഇത് വലിയ പാഴ്സലാണല്ലോ വന്നേക്കുന്നത്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊണ്ടുതന്നാ? ആ ഇത് കമ്പി കിട്ടിയാ? അപ്പൊ ചാക്കിനകത്ത്. ഞാൻ പോയി കുളിക്കട്ടെ. അപ്പൊ അന്നമ്മയുടെ വിശേഷങ്ങൾ ചോദിക്ക്. അതെ രാവിലെ ഒന്നും വഴക്കുണ്ടാക്കിയില്ലല്ലേ? ഒരു വഴക്കില്ലായിരുന്നു? ആണോ? എന്റെ ദൈവമേ ഞാനും തൊടുന്നില്ല കേട്ടോ. ചെറിയതായിട്ട് പോലും കരഞ്ഞില്ല. അതെ അല്ലേ? എന്റെ പിന്നെ വെടിക്കുകയാണല്ലോ എന്നെ കുഞ്ഞ്. പാവം ഇതിന്റെ അവശതയായിപ്പോയി. ഇത് ഛർദിച്ച് ഇതൊന്നും കഴിച്ചാവൂ. ഉച്ചക്ക് ഇച്ചിരി ഇത് കഴിച്ചതേ ഉള്ളൂ. ആ അതെ. ഓ എന്റെ പൊന്നോ. ആ ബേബിനെ കളിപ്പിക്കട്ടെ, ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. കുടിച്ചിട്ട് തൊടാടാ. ബേബിനെ ഇവിടെ ഇരുത്താനാ, എന്നിട്ട് അവന് കളിക്കാനാ. അവനെ കിടത്താനേ, അവന് കളിക്കാനാ. കിടത്ത്. ആ കൊച്ചു കുളിച്ചിട്ട് അവളെ എടുക്കാവുള്ളൂ. ഉണ്ടോ? ഇതുണ്ട് എല്ലാം പൊക്കി മാറ്റുന്ന നോക്കിയേ. പോയി എടുത്ത് എറിയുവോ? കിടത്താനുള്ള ഇടം ഉണ്ടാക്കുക. എന്റെ അമ്മോ ഉണ്ടോ? കിടത്താനുള്ള ഇടം ഉണ്ടാക്കുന്നേ. ആ പോയി എന്റെ ദൈവമേ, അതൊക്കെ നാണം വന്നു പറഞ്ഞപ്പോ. അയ്യോ അത് ഓ അമ്മയെ പിടിച്ച് വലിക്കുക. അതുകൊണ്ട് കിടത്തുന്നേ അന്ന് കിടത്തുകയാണ്. പോടി പോടി ഓടി പോയി കുളിക്കേ. നീ പാല് കൊടുക്കണ്ടേ പാവം. ഇല്ലേ എന്തൊക്കെയോ അവളോട് പറയാ. ഇടി നീ ഇല്ലാതെ പോയിട്ട് ഇന്ന് എനിക്ക് മടുത്ത് പോയടി. കൊതുക് എന്തോ എന്റെ പൊന്നോ. ഉത്തരവാദിത്വം നോക്കണേ. നമുക്ക് ആർക്കും ഇല്ലാതെ ഉത്തരവാദിത്വം. അതെ ഞാനെന്താ ചെയ്യാൻ, എന്നെ കൊണ്ട് പോയിട്ടല്ലേ വണ്ടി കയറ്റി ഇരുത്തിക്കൊണ്ട് പോയി. എനിക്ക് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലത്. പറ്റിയ കൊതുക് ഉണ്ടെന്ന് എവിടെ കണ്ട് കാണുമായിരിക്കും. അവൻ കണ്ടോ? അല്ല അവൻ കാണും, നമ്മൾ കണ്ടില്ല അവൻ കണ്ടുപിടിക്കും. എന്തോ ഉണ്ട് ഇവിടെ കണ്ട്. അതിനെ കുളിപ്പിക്കട്ടെ? മമ്മി കുളിപ്പിക്കുവേ. ഓ അതെ കിടക്കണ്ടാ, പോയി കുളിച്ചിട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് ഉരുണ്ടാ മതിയായിരുന്നു. അന്നമ്മ ഇപ്പൊ കരയോ? അന്നുവേ കരഞ്ഞ എനിക്ക് പോലും എടുക്കാൻ പറ്റില്ല. എന്റെ മേധത് അയ്യോ കളിപ്പിന്ന് നോക്കി. നല്ല ഉറക്കം കഴിഞ്ഞിട്ടല്ലേ? ഉറങ്ങിയല്ലേ കുറേ നേരം? അതല്ലേ. സന്തോഷമായോ അതി അന്നുമനെ കണ്ടപ്പോ? അന്വേഷണെ കണ്ട് സന്തോഷമായോ അന്നുവേ? ഐ ഐ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ. ഭ്രാന്തൻ കോലമായല്ലേ? ആ എന്നേ ബേബി എന്നെ അടിച്ചേ? ബേബിനെ കണ്ടു. ബേബി ചിരിക്കുന്നത് എന്നെ കണ്ടോണ്ടിരുന്ന്. ചെല്ലേ ചിതരം കളിക്ക് ബേബിനെ കൊടുത്തി. എന്നാ ഉണ്ടടി വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഇന്ന് എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. പാലും വേണോ? അതൊക്കെ വള്ളി വലിച്ചു പറിക്കാതെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയും ഇന്നത്തെ വീഡിയോസും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് വീട്ടിൽ വന്ന വിശേഷം. കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ ഇരുന്നു. അവളവിടെ ഇരുന്നു മമ്മിയുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ കുളിച്ച് റെഡിയായി കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഒരു സമയമാവും. ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് കുളിച്ച് കഴിയുമ്പോൾ തന്നെ പകുതി ആശ്വാസമാവും. ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. ഒരു ഉമ്മ പറഞ്ഞാൽ മതി. ഓക്കേ.